ഏതാണ് അഭികാമ്യം? നാം ഇന്ന് വളരെയധികം കൊട്ടിഘോഷിക്കുന്ന മെട്രോ നല്ലത് തന്നെയാണ്. ടോക്കിയോ, ഷാങ്ഹായ്, ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ് എന്നിവിടെയെല്ലാം മെട്രോ ഉണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് നമ്മളെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്ന് വികസിപ്പിക്കേണ്ടതല്ലേ? അല്ലാതെ മെട്രോ മാത്രം വന്നു കഴിഞ്ഞു. നമ്മളുടെ പരിസരം മാലിന്യമുക്തമല്ല, ശുദ്ധജലമില്ല, കൊതുകുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ഇതെല്ലാമല്ലേ ആദ്യമായിട്ട് നാം ഇല്ലാതാക്കേണ്ടത്? ജനങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാനുള്ള സൗകര്യമല്ലേ ഒരുക്കേണ്ടത്? മെട്രോയ്ക്ക് പകരം നമ്മുടെ കനോലി കനാൽ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്, കേരളത്തിൻ്റെ വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെ. അതിനുവേണ്ടി പണം ചെലവാക്കുകയാണെങ്കിൽ എത്രയോ ഗതാഗതക്കുരുക്കുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിനെപ്പറ്റി എന്തുകൊണ്ട് നമ്മളുടെ ഭരണകർത്താക്കൾ ആലോചിക്കുന്നില്ല? ഏതാണ് അഭികാമ്യം? എന്താണുറങ്ങാത്തതെന്നുണ്ണീ നീ, രാവേറെയായിട്ടുമെന്തു പറ്റി? എങ്ങനെ ഞാനുറങ്ങിടുമമ്മേ? കൊതുകുളർത്തങ്ങു കുത്തി നോവിക്കവേ, നഗരത്തിനർത്ഥം നരകമെന്നാണോ? കൊച്ചിയേക്കാൾ വന്നരകമുണ്ടോ? നാറുന്നതാണീ നഗരത്തിൻ ശ്വാസം, പുകയും പൊടിയുമാണന്തരീക്ഷം. എത്ര നേരം നാം പാഴാക്കി നിൽക്കണം മലിനമീ ജലമെങ്കിലും? ഒരു കൂടം നിറയ്ക്കുവാൻ കരയാതെ ആശ വെടിയാതിരിക്കൂ നീ, ശോഭനമം ഭാവിത തൊട്ടു മുന്നിൽ. മെട്രോ വരുന്നതറിഞ്ഞില്ലേ നീ കുട്ടി? വന്നെത്തിയാൽ കൊച്ചി സ്വർഗതുല്യം. തീവണ്ടി തിന്നില്ല നഗരമാലിന്യങ്ങൾ, കൊണ്ടുവരില്ലത് ശുദ്ധജലം. ശുദ്ധഗതിക്കാരിയമമ്മയെപ്പോൽ ജനം വിശ്വസിച്ചിടുന്നു മന്ത്രിവാക്യങ്ങളെ. മാലിന്യമുക്തമാം ഒരു നല്ല കൊച്ചിയോ, ശുദ്ധജലത്താൽ സമൃദ്ധമാം കൊച്ചിയോ? കൊതുകുകൾ പാടാത്തരാവുള്ള കൊച്ചിയോ? മെട്രോയും ദുരിതവും ചേർന്നുള്ള കൊച്ചിയോ? ഏതാണ് അഭികാമ്യം? പറയൂ അമ്മേ. വാഹനം തിങ്ങി നിറഞ്ഞു കുരുക്കുകൾ, വട്ടം കറക്കുന്ന പാതകളോരോന്നും സഞ്ചാരയോഗ്യമായി തീർന്നിടുകയില്ലേ? മച്ചിൻ മുകളിലെ വണ്ടി വന്നാൽ 5000 കോടി കനോലിത്തോടിനായി വേണ്ടായ വണ്ണം ചിലവഴിച്ചിടുകിൽ. കുടിയൊഴിപ്പിക്കാതെ കണ്ണീരു വീഴ്ത്താതെ സുഗമമായിടില്ലേ വിധികളോരോന്നും?